നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അപ്പമര. ഇതൊരു നാടോടി കഥയാണ് കേട്ടോ. വടക്കേ ഇന്ത്യയിലെ ഏതൊരു ഗ്രാമത്തിൽ നടന്ന കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അമ്മൂമ്മയുടെ വിവാഹമൊക്കെ കഴിഞ്ഞൊരു മകൻ ജനിച്ച് 4-5 വയസ്സായി ആ കുട്ടിക്കായപ്പോൾ അമ്മൂമ്മയുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. പിന്നീട് അമ്മൂമ്മ കഷ്ടപ്പെട്ട് ഈ മകനെ വളർത്തി വലുതാക്കി. മകൻ നല്ല അധ്വാനിയായിരുന്നു. അവർക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നിടത്ത് അവൾ നല്ലതുപോലെ അധ്വാനിക്കും. അങ്ങനെ അമ്മയെ നോക്കി പ്രായമായപ്പോൾ വിവാഹം ചെയ്തു. ഭാര്യയും ജോലിയിലൊക്കെ സഹായിക്കും, വീട്ടു ജോലിയൊക്കെ ചെയ്യും. ഒരു മോളുണ്ടായി. നല്ല സുന്ദരിയായ വെട്ടുക്കത്തി കുട്ടിയിട്ടോ. അമ്മണി എന്നാണ് അവളെ വിളിക്കാറ്. അങ്ങനെ അമ്മൂമ്മയും അമ്മണിയും തമ്മിൽ വലിയ കൂട്ടായി. അവർ കൂട്ടുകാരായിട്ട് ജീവിക്കും. അപ്പോൾ അമ്മണിയുടെ അച്ഛനും അമ്മയും കൂടി ജോലിക്ക് പോകും. അങ്ങനെ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരും. അതുവരെ അമ്മൂമ്മയും അമ്മണിയും കൂടി വീട്ടിലിരിക്കും. അങ്ങനെയായിട്ട് കുറേ നാൾ ജീവിച്ചു. ഒരു ദിവസം അമ്മണിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയത് ഒരു പുഴ കടന്ന് പോകണമായിരുന്നു. ആ പുഴ കടന്നു പോയപ്പോൾ ആ പുഴ വഞ്ചിയിലാണ് കടന്നത്. എന്തിനു പറയണു, പെട്ടെന്ന് കാറ്റും കൂറും മഴയൊക്കെ വന്നു. ആ വഞ്ചി മുങ്ങി അമ്മണിയുടെ അച്ഛനും അമ്മയും ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. കഷ്ടം. അമ്മണിക്ക് ആരും ഇല്ലാണ്ടായി. അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അമ്മൂമ്മയ്ക്ക് ആരും ഇല്ലാണ്ടായി. അമ്മൂമ്മയ്ക്ക് അമ്മണി മാത്രമേ ഉള്ളൂ. പാവം. അങ്ങനെ ഇവർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. അമ്മൂമ്മയ്ക്കും അമ്മണിക്കും പിന്നെ ഉള്ളത് കൊണ്ട് അവരങ്ങനെ കഴിയും. ഒരു ദിവസം വേറെ വീട്ടിൽ കാര്യമായിട്ട് ഭക്ഷണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കുറച്ച് അരി ഉണ്ടായിരുന്നിടത്ത് കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചിട്ട് അമ്മൂമ്മ അമ്മണിയെ വിളിച്ചു. അമ്മണി, മോള് വാ, കുഞ്ഞുമോള് വാ, നമുക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാം. ഇതേ ഉള്ളൂ കുട്ടി, ഇന്ന് നാളെ വെളിച്ചായിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി ഇന്നിപ്പോൾ ഈ കഞ്ഞിയും കുടിച്ച് നമുക്ക് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞി വിളമ്പാനായിട്ട് കഞ്ഞി വെച്ച പാത്രം എടുത്ത് മുൻപിൽ വെച്ചു. ഇവർ രണ്ടുപേരും പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് വാതിലിലൊരു മുട്ട്. ഇവിടെ ആരുമില്ലേ? ആരുമില്ലാന്നുണ്ടോ? നേരെ സന്ധ്യ ആയപ്പോഴേക്കൊക്കെ അടച്ചു പൂട്ടി കിടന്നപ്പോൾ ആരുമില്ലാന്നുണ്ടോ എന്നിങ്ങനെ. അപ്പം അമ്മൂമ്മ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അതൊരു സന്യാസിയെ പോലെ തോന്നിക്കുന്നു. ധാരാളം രുദ്രാക്ഷമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ലാടഗുരു എന്ന് പറയും. അതായത് നാട്ടുവൈദ്യമൊക്കെ അറിയണേ, അല്പസ്വല്പം മന്ത്രതന്ത്രാദികളൊക്കെ അറിയണേ, മാജിക്കൊക്കെ അറിയണേ, അങ്ങനെയുള്ളവരെയാണ് ലാടഗുരു എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ലാടഗുരു ആയിരുന്നു ആ വന്നത്. ലാടഗുരു പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് ഒരു നിവർത്തിയില്ല. ഞാൻ ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഇത്തിരി ഭക്ഷണം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മമ്മ ഒരു മിനിറ്റ് ആലോചിച്ചു. ആകെ കൂടി ഇവിടെ ഉണ്ടായിരുന്ന അരിയെടുത്ത് കഞ്ഞി വെച്ചു. അതാണെങ്കിൽ കുട്ടിക്കും കൂടി കൊടുത്തിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വീട്ടിലൊരാൾ ഭക്ഷണം ചോദിച്ചു വരുമ്പോൾ ഇല്ല എന്ന് പറയണത് നമുക്ക് അത് ശരിയല്ല, അതൊട്ടും മര്യാദയല്ല. അതായത് കൊണ്ട് അപ്പം അമ്മമ്മ എന്ന് പറഞ്ഞു, അങ്ങ് വരും, അകത്തേക്ക് വരും, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. കഞ്ഞിയൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ എന്ന് പറഞ്ഞ് ഈ 2 പ്ലേറ്റ് വെച്ചേക്കണല്ലോ, ഒരു പ്ലേറ്റിൻ്റെ മുൻപിൽ അവിടെ ഇരുന്നു. അപ്പം കുട്ടിക്ക് കൊടുക്കണല്ലേ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, അങ്ങ് കഴിക്കും എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. ആ കഞ്ഞി വിളമ്പി കൊടുത്തു അദ്ദേഹത്തിന്. ആ കഞ്ഞി പാത്രത്തിൽ നിന്ന് എടുത്ത് വിളമ്പുമ്പോൾ തന്നെ ലാടഗുരു കഞ്ഞി കുടിച്ചു. അദ്ദേഹത്തിന് വയറ് നിറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഒന്നും മനസ്സിലാക്കി, ഈ വീട്ടിൽ വേറെ ഒന്നും ഭക്ഷണ സാധനങ്ങളില്ല. ആകെ കൂടി കഷ്ടത്തിലായിട്ടുള്ള ഒരു ജീവിതം, ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഉള്ളത് ഇവിടെ. വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി ഈ അമ്മൂമ്മയും മോളും മാത്രമേ ഉള്ളൂ താനും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോവുകയാണ്, എനിക്കിനി അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെന്ന് ലാടഗുരു പോവാനായിട്ട് ഇറങ്ങി. ആവട്ടെ, സന്തോഷം എന്ന് പറഞ്ഞ് ഇവർ യാത്രയാക്കി. പോകാൻ നേരത്ത് ബാഗിൽ നിന്ന് ഒരു അപ്പം എടുത്തിട്ട് ഈ അമ്മൂമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് ലാടഗുരു പറഞ്ഞു, അമ്മൂമ്മേ, ഇത് ഈ മുറ്റത്ത് കുഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുട്ടി അമ്മണി എന്ത് പറഞ്ഞു, അപ്പം കുഴിച്ചിടുകയാണോ നല്ലത്, കുഴിച്ചിടുകയാണോ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ലാടഗുരു പറഞ്ഞു, ഈ അപ്പം കുഴിച്ചിട്ടുള്ളൂ, അതാ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാവാം എന്ന് അമ്മൂമ്മയും പറഞ്ഞു. ലാടഗുരു പോയി. അമ്മൂമ്മ അപ്പം തന്നെ ഒരു കുഴി മാന്തി മുറ്റത്ത് ഇത്തിരി അങ്ങോട്ട് മാറിയിട്ട് അപ്പം കുഴിച്ചിട്ടു. എന്നിട്ട് അകത്ത് പോയി ബാക്കി ഉണ്ടായിരുന്ന കഞ്ഞി കുടിച്ച് അവർ 2 പേരും കിടന്നുറങ്ങുകയും ചെയ്തു.
പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു, നേരം വെളുത്തു, പക്ഷികളുടെ ശബ്ദം, കലവല ശബ്ദങ്ങളൊക്കെ കേട്ടു. സൂര്യപ്രകാശം ഇങ്ങനെ മുറ്റത്തേക്ക് വന്നു തുടങ്ങി. വേഗം വേഗം വാതിൽ തുറന്നിട്ട് അമ്മൂമ്മ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ എന്താ, ഈ തലേ ദിവസം കുഴിച്ചിട്ട് അപ്പണ്ടല്ലോ അതങ്ങോട്ട് മുളച്ചു, വലിയൊരു മരമായി. ഒരുമാതിരി അമ്മൂമ്മയ്ക്ക് കൈ പൊന്തിച്ചാൽ പറയ്ക്കാവുന്ന വിധത്തിൽ ആ മരത്തിൽ നിറയെ അപ്പം ഉണ്ടായി നിൽക്കുന്നു. വേഗം അമ്മണി വിളിച്ചു, അമ്മണി മോളെ ഇങ്ങോട്ട് വാ, ഒരു കാര്യം കാണണം നിനക്ക് എന്ന് പറഞ്ഞു. അമ്മണി കണ്ണും തിരുമ്മി വന്നു. എന്താ മൂമേ ചിന്തു നോക്ക്, ഇന്നലെ കുഴിച്ചിട്ട് അപ്പണ്ടല്ലോ അത് മുളച്ചതേ ഒരു അപ്പമരായേക്കണു, ആ മരത്തിൽ നിറയെ അപ്പണ്ടായി നിൽക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മണി ചോദിച്ചു, അമ്മൂമ്മേ ഈ മരത്തിലുണ്ടായ അപ്പം നമുക്ക് തിന്നാൻ പറ്റുമോ? പിന്നെന്താ തിന്നാൻ പറ്റാണ്ട്, നമുക്ക് തിന്നു നോക്ക്, രുചിയുണ്ടെന്ന് വെച്ചാൽ തിന്നാലോ എന്ന് പറഞ്ഞ അമ്മൂമ്മ ഒരപ്പം പറിച്ചു. എന്നിട്ട് അമ്മൂമ്മ ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കി. നല്ല രുചി. വേഗം കുട്ടിക്ക് ഇത്തിരി കൊടുത്തു. കുട്ടി അമ്മണി പറഞ്ഞു, നല്ല സ്വാദുള്ള അപ്പം, നല്ല പാകത്തിന് മധുരം, നല്ല വെളിച്ചെണ്ണയുടെ സ്വാദ്, ആഹാ ചുക്കും ജീരകമൊക്കെ പിടിച്ചിട്ടിട്ട് അമ്മൂമ്മ ഉണ്ടാകണം അപ്പം പോലെ തന്നെ കേട്ടോ, നല്ല അപ്പ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഒരപ്പം പറിച്ചു തിന്നു. വയറ് നിറഞ്ഞു, സുഭിക്ഷമായി. നോക്കുമ്പോൾ പിന്നെ നിൽക്കുകയാണ്. ഉടനെ വഴി കൂടെ പോകുന്ന അമ്മണിയുടെ കൂട്ടുകാരിയൊക്കെ വിളിച്ചു. അമ്മണിയോട് പറഞ്ഞു, എല്ലാ കൂട്ടുകാരെയും വിളിച്ചോ, നമുക്ക് ഈ അപ്പം കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരിയൊക്കെ വിളിച്ചു. കൂട്ടുകാരൊക്കെ അപ്പം പറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ അതും കൊണ്ട് വീട്ടിൽ ചെന്നു. അമ്മണിയുടെ വീട്ടിൽ ഒരു മരത്തുമ്മ അപ്പണ്ടായി നിൽക്കണു, ഞങ്ങൾക്കൊക്കെ പറിച്ചു തന്നു, അമ്മൂമ്മ പറിച്ചു തന്നു എന്ന് കേട്ടപ്പോൾ അവർ മരത്തേല അപ്പണ്ടായി നിൽക്ക്, ഇതെന്തൊരു കഥയത്, കുട്ടികൾ നുണ പറയണതാവോ, മക്കൊന്ന് പോയി നോക്കാം പറയാലോ എന്ന് കരുതി എല്ലാവരും ഈ അപ്പം കൊണ്ട് ചെന്ന വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ വന്നു നോക്കുമ്പോൾ സംഗതി സത്യ, മുറ്റത്ത് നിൽക്കണ മരത്തിൽ നിറയെ അപ്പം. അങ്ങനെ അപ്പമരം, ഈ അപ്പമരത്തിൻ്റെ സ്വാദും അപ്പമരം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ അപ്പവും പറിച്ചവർ എല്ലാവർക്കും കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ട് അപ്പം നിന്ന് കിടന്നുറങ്ങും. പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ മരത്തിൽ വീണ്ടും നിറയെ അപ്പം. അങ്ങനെ സുഭിക്ഷമായിട്ട് ആ ഗ്രാമത്തിലുള്ളവർ അപ്പം തിന്നാനായിട്ട് തുടങ്ങി. കുറച്ചിത് കേട്ട് അടുത്ത ഗ്രാമത്തിലുള്ള ഒരു ചട്ടമ്പിണ്ട് പരമു. ആ പരമു ഇത് കേട്ടു. പരമുവിൻ്റെ 3 കൂട്ടുകാരും കൂടി ഇങ്ങോട്ട് വന്നു. നോക്കുമ്പോൾ എന്താ, അപ്പം മരത്തിൽ അപ്പമുണ്ട്. അപ്പം തന്നെ പരമു പറഞ്ഞു, ഇനി ഈ അപ്പം അമ്മൂമ്മയ്ക്കും ഇല്ല, അമ്മൂമ്മയുടെ കൊച്ചുമോളക്കും ഇല്ല, ഇതൊക്കെ നമുക്ക് പറിച്ചെടുത്ത് തിന്നാം എന്ന് പറയല്ല. ഇതിൻ്റെ മുകളിൽ കയറി അപ്പം മുഴുവൻ പറിച്ചു. പരമുവിനോട് എതിർക്കാൻ ആരെങ്കിലും ഉണ്ടാവും? പരമു വച്ചേക്കില്ല. എന്ത് ചെയ്യാം? അമ്മൂമ്മ വല്ലാതെ മനസ്താപപ്പെട്ടു. അയ്യോ നമുക്ക് പോലും കഴിക്കാനില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക? ആൾക്കാരൊക്കെ വന്നപ്പോൾ ചട്ടമ്പി പരമ പറിച്ചുകൊണ്ട് പോയി മക്കളെ, എന്താ ചെയ്യുക? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ട് തിന്നായിരുന്നു, നല്ല പുഷ്ടിയായിട്ട് കഴിക്കായിരുന്നു, പക്ഷേ പറിച്ചുകൊണ്ട് പോയില്ലോ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പം ഉണ്ടാവും വല്ല 1 2 നേരത്തെ ചട്ടമ്പി പരമി വരും മുമ്പ് വന്ന് പറിച്ചെങ്കിലേ ഈ ബാക്കിയുള്ളതൊക്കെ പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ പോയാലാടെ ഒരു തിരിച്ചവിടെ വന്നു. അപ്പം മനസ്താപപ്പെട്ടിരിക്കുക അമ്മൂമ്മയും മോളും. എന്താ പറ്റിയേ? അപ്പൊക്കെ സുഖമായിട്ട് തിന്നാൻ പറ്റില്ലേ? എങ്ങനെ പറ്റണം? അടുത്ത ഗ്രാമത്തിലെ ചട്ടമ്പി പരമ്പ് മുളം പറിച്ചുകൊണ്ട് പോവുകയാണ്, ഞങ്ങൾക്ക് കിട്ടണില്ല, ഞങ്ങൾ സുഖമായിട്ട് കഴിച്ചിരുന്നതാണെന്നല്ലോ. ഓ അതിന് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ തൻ്റെ വാണ്ടത്തിൽ നിന്ന് ഒരു വടിയും കൊണ്ടെടുത്തു. ആ വടി എടുത്തിട്ട് മാവിൻ്റെ അമ്മമ്മയുടെ കൊടുത്തു. അമ്മമ്മോട് പറഞ്ഞു, ആ മരത്തിൻ്റെ ചോട്ടിൽ ഇത് കൊണ്ടുപോയി ചാരി വെച്ചോളൂ, സമാധാനം ഉണ്ടാവും, കാര്യങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു പോയി. പതിവ് പോലെ ചട്ടമ്പി പരമും കൂട്ടുകാരും കൂടിയിട്ട് അപ്പം പറിക്കാൻ അങ്ങോട്ട് വന്നു. ഒരാൾ മരത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് അങ്ങോട്ട് കയറി കവരയുടെ അവിടേക്ക് അങ്ങോട്ട് എത്തണതിന് മുമ്പ് ഈ താഴെ ഇരുന്നു വടി അങ്ങോട്ട് പൊങ്ങി ചെന്നിട്ട് അയാളുടെ നിറയും തല കേട്ടിട്ടടി. ഇയാൾ ആരാ എന്നെ അടിച്ചേ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താ വടി വീണ്ടും വന്നിട്ട് വീണ്ടും അടുത്തടി. അയാൾ താഴ്ത്തറിഞ്ഞു, അയ്യോ ഈ വടി എന്നെ അടിക്കണു പരമചേട്ടാ എന്ന് പറഞ്ഞു. അടിക്കേ? മറ്റേ രണ്ടാമൻ കയറി കഴിഞ്ഞപ്പോൾ അത് തന്നെ പല അവൻ്റെ നിറം തലയ്ക്ക് 2 അടി. 3ആമൻ കയറി, അവനും കിട്ടി 2 എണ്ണം. 3 ആളും പിന്മാറി കഴിഞ്ഞു. അപ്പോൾ പരമു എന്ത് വിചാരിച്ചു, ഇനി ഞാനൊന്ന് കയറി നോക്കട്ടെ, എന്നെ തല്ലാൻ ഏത് വടിയാണ് വരിക എന്നറിയാലോ എന്ന് കരുതി പരമു കയറി മരത്തിൻ്റെ മുകളിൽ കുറച്ചങ്ങോട്ട് ചെന്ന് കവരയിൽ സാവകാശം ഇരിക്കണ വരെ വടി അവിടെ കാത്തു നിന്നു. ഇരുന്ന് ഉറപ്പാക്കിയെന്ന് കണ്ടപ്പോൾ പരമു ആഹ്ലാദിച്ചു, എന്നെയൊന്നും തല്ലാനൊരു വടിയില്ല എന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അപ്പം പറിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വടി ചാടിയാൽ ചെന്ന് പരമുനെ 1 അടി 2 അടിയല്ല പുറം വഴിക്ക് കയ്യും തലയിൽ
മണ്ടക്കിട്ട് വീണ്ടും പുറത്തിനിട്ട് കാലുമ്മേ ഊട്ടുപാട്ടാട്ടി പരമൊരു കണക്കിനിറങ്ങി ഓട്ടം വിട്ട് ഓടി. ഒരു രക്ഷയില്ല. വണ്ടി പുറകെ ചെന്ന് കൂട്ടുകാരെയും പരമനെയും ഒക്കെ തല്ലി ഓടിച്ചു. അതോടുകൂടി അവരുടെ അപ്പമരത്തിൽ നിന്നുള്ള അപ്പം വല്ലവരും കൊണ്ടാണ് പണി നിന്ന് കിട്ടി. പരമുവിൻ്റെ മോഷണം നിന്ന് കിട്ടി. പരമൻ്റെ സാമർഥ്യം അവിടെ ഇങ്ങോട്ട് നിന്നു. പതിവ് പോലെ അമ്മണിയുടെ കൂട്ടുകാർക്കും അവരുടെ അച്ഛനമ്മമാർക്കും ഒക്കെ വീണ്ടും വീണ്ടും അപ്പം പറിച്ച് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും സന്തോഷമായിട്ട് അപ്പം തിന്നവിടെ ജീവിക്കുകയും ചെയ്തു. എല്ലാവരും ലാടഗുരുവിന് നന്ദി പറഞ്ഞു. ദൈവാധീനം, ഇങ്ങനൊരു ഗുരു ഇതുവഴി വന്നതും ഒരപ്പം തന്നതും അമ്മൂമ്മ അത് കുഴിച്ചിട്ടൊരപ്പമരം വളർന്നതും നമുക്കൊക്കെ നല്ല സുഖമായിട്ട് അപ്പം തിന്നാൻ പറ്റിയല്ലോ എന്ന് സന്തോഷത്തോടെ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് അവർ അപ്പം തിന്ന് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു. ഇതാണ് അപ്പമരത്തിൻ്റെ കഥ. എന്താ ഇപ്പം ഇന്നത്തെ കഥ? അപ്പമരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ. നന്ദി.